നോമ്പ് ശരിക്കും ഉണ്ടോ? എന്തോ ചോക്കണം കേട്ടോ. വരൂ. നമസ്കാരം മീരാമ്മ. ആര് ബാലം പിള്ളയോ? ഇതാരാ? എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. ഇവക്കൊരു ജോലി കൊടുക്കണം, അതിനുകൊണ്ടൊന്നുവാ. ഉപേക്ഷിക്കരുതേ. ശരി, ബാലംപിള്ളയുടെ ആളെന്ന് പറയുമ്പോ എനിക്ക് ഉപേക്ഷിക്കാൻ ഒക്കുവോ? കാര്യമായിട്ട് നോക്കണേ. ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ശല്യക്കാരിയൊന്നും അല്ലല്ലോ? ഏയ്, നല്ല മര്യാദക്കാരിയാ. ഇല്ലെങ്കിൽ ഞാനിവിടെ കൊണ്ടുവരുമോ? എന്താ പേര്? രാധ. രാധമ്മ എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആ, എടി വാസന്തി, ഈ കുട്ടി അകത്തേക്ക് വിളിച്ചോണ്ടു. വരൂ, ഇവിടെ ഇങ്ങോട്ട് കൂടി. എടി കമലമ്മേ, നാശം. ഉറങ്ങാൻ കിടന്നാൽ തുണി പോയാലും അറിയില്ല. ഓ, അവ കൊണന്നിരുന്നാലും തുണി കൊടുക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ ഈ മുടിഞ്ഞ ഉറക്കം കാരണമല്ലയോ കൂടെ കിടന്നവൻ അരയെ കിടന്ന് അരഞ്ഞാണ് ഓടിച്ചോണ്ട് പോയത്. ഇതെന്താ എല്ലാരും ഇങ്ങനെ പകല് കിടന്നുറങ്ങുന്നത്? ഇവിടത്തെ പണിയെല്ലാം രാത്രിയില്ല. എന്നെ കൊണ്ടുവന്ന ആളെവിടെ? അയാൾ അപ്പോഴേ പോയല്ലോ. എന്തിനാ? എനിക്ക് വീട്ടിൽ പോണം. അത് കൊള്ളാം. അയാള് ചോദിച്ച നോട്ടെണ്ണി കൊടുത്തതേ നിന്നെ വീട്ടിലയക്കാനല്ല. ഉദ്യൊന്നും പറഞ്ഞ് അയാൾ എന്നെ കൊണ്ടുവന്നത് ദേശീയത്തിൽ വിൽക്കാനായിരുന്നു അല്ലേ? എടി, ഉദ്യോഗത്തിന് പോകുന്നവളുമാര് ഒരു മാസം ഉണ്ടാക്കുന്ന രൂപ നിനക്കിവിടെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കാം. മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ട് വിടാനാ പറഞ്ഞത്. മര്യാദയ്ക്ക് അകത്ത് പോകാനാ പറഞ്ഞു. ഇല്ല, ഞാൻ പോവില്ല. നീ പോവില്ല അല്ലേ? നിന്നെ കൊണ്ട് പോവാൻ ഒക്കോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ക്യാരക്ടർ ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. പൊടിയകത്ത്, പൊടിയകത്ത്, പൊടിയകത്ത്. വീട്ടിൽ പോണോ അല്ലേ? പൊട്ടിക്കോഴുകേറി കരയുന്നോ? ഒന്നോളെ ഞാൻ ആരാന്നാ നീ വിചാരിച്ചത്? നീ ശരിയാവുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. കഴിവറിയളെ എല്ലാരും നോക്കിയിരിക്കുന്നത്. അമ്മമ്മ വരെ ഞാൻ ശരിയാക്കും. ബ്രോക്കർ ബാലംപിള്ളയുടെ കൂടെ ഒരു പെണ്ണിങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, അങ്ങനെ ആരും വന്നില്ലല്ലോ. ആരും വന്നില്ലേ? എടേ, എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പ ഞാൻ അറിയും. അതിനാടി ഞാൻ ശമ്പളവും വാങ്ങിച്ച് ഇൻസ്പെക്ടർ ആയിരിക്കുന്നത്. മനസ്സിലായോ? സത്യം പറ, ആരും വന്നില്ലേ? വന്നു യമാനെ. അവനെവിടെ? അയാൾ അപ്പോഴേ പോയി. കൂടെ വന്ന പെണ്ണ് അകത്തുണ്ട്. സാറിനെ രക്ഷിക്കണം. അതിനല്ലേ ഞാൻ വന്നത്. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നീ എന്തിനിവിടെ വന്നു? ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നത്? വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. തിരിച്ചു പോകാൻ എന്നെ സമ്മതിച്ചില്ല. പോകണമെന്ന് പറഞ്ഞപ്പോ അവരെന്നെ തല്ലി ഈ മുറിയിലിട്ട് പൂട്ടി. എന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ് സാറിനെ രക്ഷിക്കണം. ഒരുപാട് അടിച്ചു അല്ലേ? സാധുക്കളെ രക്ഷിക്കേണ്ട സാറാണോ ഇങ്ങനെ?
നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം തോന്നി. എന്തായാലും നീ നശിക്കും. പിന്നെ ഞാനായാലെന്താ, വേറെ ആരായിരുന്നാലെന്താ, വെറുതെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിനക്ക് ചാവണമെങ്കിൽ ഞാൻ കൊണ്ടുവരാവടി. ചാവാൻ പോലും ഞാനിവിടെ സമ്മതിക്കില്ലടി. അഹങ്കാരി. ഇവിടെ വരാതെ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാതെ ചുമ്മാ അപരാധങ്ങളൊന്നും പറയാതെ കേട്ടോടാ. അതാണ് ആൺകുട്ടികൾ. ഇതേതാ ഒരു പുതുമുഖം, കഞ്ചാവടിച്ച കോഴിയെ പോലെ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടോ? കറക്റ്റ്, പയ്യൻസ് ഒരു പുതുമുഖമാണ്. അരങ്ങേറ്റം ഇവിടെ തന്നെ ആട്ടെന്ന് ഞങ്ങൾ കരുതി. അതിനെന്താ, നമുക്ക് തങ്കമണിയെ ഏൽപ്പിച്ചു കളയാം. അതെ അതെ, തങ്കമണിയാ പറ്റിയത്. ഇവന്റെ തന്തപടി പോറില്ല, ഒറ്റ മോന. ഇവനെ ലേലട്ടിറക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, തങ്കമണി വേണ്ട. കുഞ്ഞുങ്ങളും പേടിച്ചാലോ? രാധയാവുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. അവളും അത്തരക്കാരിയാണല്ലോ. വാവുഞ്ഞേ പതുക്കെ സൂക്ഷിച്ച്. നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയണ്ട. ഇവിടുമാരൊക്കെ എവിടെ പോയി? രണ്ട് മാന്യന്മാര് വന്നിട്ട് എത്ര സമയമായി? ഓരോരുത്തരും വന്ന് വിളിച്ചിട്ട് പോയിനടി. വാവുഞ്ഞേ വരൂ, വരൂ.